ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ലച്ച പറാട്ട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ട്രഡീഷണൽ സ്പൈസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലച്ച പൊറോട്ട എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പൊറോട്ടയെക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത്. 1 കപ്പ് വാം മിൽക്ക് എടുക്കണം. ലൈറ്റ് ചൂട് വേണം കേട്ടോ. അതിലേക്ക് 1 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് ഞാനിതിപ്പോൾ മിക്സ് ചെയ്യുകയാണ്. അതിലേക്ക് ഇനി ചേർക്കേണ്ടത് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണാണ്. ബേക്കിംഗ് പൗഡർ, പിന്നെ സോൾട്ട് 1/2 ടീസ്പൂൺ ഞാൻ കാണിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പ് എത്ര വേണമെങ്കിലും ചേർക്കാം. ഞാനിതിപ്പോൾ ഏകദേശം ഒരു 2.5 കപ്പിൻ്റെ മാവിനാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എത്ര വേണമെങ്കിലും ചേർക്കാം. മൈദ മാവ് 1.5 കപ്പ് എടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഈ മിക്സ്ചറിലേക്കൊന്ന് മിക്സ് ചെയ്യണം. ഇപ്പോൾ 1 കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വേറെ വെള്ളം ചേർക്കേണ്ടി വന്നില്ല. കംപ്ലീറ്റ് ഈ ഒരു കപ്പ് പാലിൽ തന്നെ എനിക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഒരു ടേസ്റ്റ് ഇതിനുണ്ടാവും. പിന്നെ 1 കപ്പ് ആട്ടപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്, നമ്മുടെ ഗോതമ്പിൻ്റെ പൊടി. അത് ഏത് ഗോതമ്പിൻ്റെ പൊടി വേണമെങ്കിലും നമുക്ക് ചേർക്കാം. നമുക്ക് വീട്ടിൽ പൊടിച്ചത് വേണമെങ്കിൽ ചേർക്കാം, അല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആട്ടയുടെ ആണെങ്കിൽ അതാണെങ്കിലും 1 കപ്പ് ചേർക്കാം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പറാട്ടയാണ്. ഹിന്ദിക്കാരത് പൊറാട്ട എന്ന് പറയുന്നു, നമ്മൾ പൊറോട്ട എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന പൊറോട്ട എന്ന് പറയുമ്പോൾ അതിൽ മൈദ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ, അതിൽ ഗോതമ്പ് നമ്മൾ ചേർക്കില്ലല്ലോ. പക്ഷേ ഇതിലങ്ങനെയല്ല, ഞാനിതിൽ ഗോതമ്പും കൂടെ ചേർക്കുവാണ്. ഇതിപ്പോൾ ഞാൻ മൈദമാവ് ആദ്യം 1 കപ്പ് ചേർത്തു, വീണ്ടും ബാക്കി ഉണ്ടായിരുന്ന 1/2 കപ്പ് വീണ്ടും ചേർക്കുകയാണ്. അങ്ങനെ 1.5 കപ്പ് മൈദയും 1 കപ്പ് ആട്ടമാവുമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെങ്കിൽ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം. അപ്പോൾ കുറച്ച് ചൂടുവെള്ളം, ലൈറ്റ് ചൂടുവെള്ളം ചേർത്ത് കുഴക്കേണ്ടി വരും. ഇതിൽ 1 ടീസ്പൂൺ നെയ്യ് ഞാൻ ചേർക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലച്ച പറാട്ട ഉണ്ടാക്കുന്നത് തന്നെ നെയ്യിലാണ്. നെയ്യാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് ലച്ച പറാട്ടയിൽ. നോർത്തിലുള്ള എല്ലാവരും തന്നെ ഇത് ഉണ്ടാക്കുന്നത് നെയ്യിലാണ്. ഇത് നമുക്കിനി ഒരു 2 മുതൽ 3 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. കൂടുതൽ നേരം വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാര്യം ബേക്കിംഗ് പൗഡറൊക്കെ ഉണ്ട്, അപ്പോൾ അതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൂടുതൽ വച്ചാലും നോ പ്രോബ്ലം. ബട്ട് മിനിമം ഒരു 2 to 3 hours എന്തായാലും വച്ചേക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ മാവ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ബൾബ് പോലെ നമ്മൾ കയ്യിൽ വച്ച് ഉരുട്ടിയെടുക്കണം. ശരിക്കും പറഞ്ഞാൽ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബൾബ് പോലെ ചെയ്തെടുക്കില്ലേ, അങ്ങനെ നമ്മുടെ 2 വിരലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ബൾബ് പോലെ ചെയ്തെടുക്കണം. അങ്ങനെ ഈ മാവ് മുഴുവനും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പം എനിക്ക് കൂടുതൽ വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നില്ല. 1 കപ്പ് പാലിൽ തന്നെയായിരുന്നു ഞാനത് കുഴച്ചെടുത്തത്. ഈ ഒരു പാകമാണ്, കൂടുതൽ ലൂസല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പാകം. ഇതുപോലെ ഓരോ ബൾബും നമ്മൾ ചെയ്തെടുത്തേക്കുവാണ്. കണ്ടോ, 2 വിരലിൻ്റെ നടുക്ക് വച്ചിട്ട് പ്രസ് ചെയ്ത് മേളിലേക്ക് കയറ്റി അതിനെ ഒരു ബൾബ് പോലെ നമ്മൾ അതിനെ ചെയ്തെടുത്തു. ഇനി നമുക്ക് പരത്തി തുടങ്ങാം. മാവ് ശരിക്കും പറഞ്ഞാൽ പൊറോട്ട ഒക്കെ ചെയ്യുവാണെങ്കിൽ എണ്ണയല്ലേ തൂകുന്നത്. അതിന് പകരം നമ്മൾ ഇതിൽ ചെയ്യുന്നത് മാവ് തന്നെയാണ്. കൂടുതൽ എണ്ണ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കൂടുതലും എണ്ണയെക്കാളും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗീ ആണ്. ഇതിൽ ഗീയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും അതിന്. പൊറോട്ട ഉണ്ടാക്കുന്ന അത്ര എണ്ണ നമുക്ക് ഇതിൽ ഉപയോഗിക്കേണ്ടി വരാറില്ല. ഇനി നന്നായിട്ടൊന്ന്
പരത്തി എടുത്തേച്ച് അതിലേക്ക് എണ്ണ പുരട്ടി, എണ്ണ ഓർ നെയ്യ്, ഞാനിപ്പോൾ എണ്ണയാണ് പുരട്ടുന്നത്, വെളിച്ചെണ്ണയാണ് ഞാൻ പുരട്ടുന്നത്. അല്ല, നിങ്ങൾക്കിപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയാണ് പുരട്ടിയുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ സ്പ്രെഡ് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് മൈദാ മാവ് ഇതിൻ്റെ പുറത്തൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം നമ്മൾ ലെയേഴ്സ് മടക്കി പരത്തി വരുമ്പോഴേക്കും, അതായത് ചുട്ട് വരുമ്പോഴേക്കും അത് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് ഈ മൈദാ മാവ് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിനെ മടക്കുന്നത് നമ്മൾ സാരിക്കൊക്കെ പ്ലീറ്റ് എടുക്കത്തില്ലേ, അതുപോലെ പ്ലീറ്റ്സ് പോലെ എടുക്കണം. എന്നിട്ടൊന്ന് ജസ്റ്റ് വലിച്ചേച്ച് ഇങ്ങനെ ഒന്ന് വലിക്കണം. വലിച്ചേച്ച് നമ്മൾ കൈ 2 വിരൽ വച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ചുരുട്ടിയെടുക്കുക ചെയ്യുന്നേ. കണ്ടോ, 2 വിരൽ വച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ചുരുട്ടി പ്രസ് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ പുറത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഞാൻ തൂകി. ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് നമുക്ക് കൈകൊണ്ട് വേണമെങ്കിലും ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കാം. അല്ല ചപ്പാത്തിക്ക് പരത്തിയെടുക്കുന്ന പോലെ വേണമെങ്കിലും ഇതിനെ പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇച്ചിരി വെളിച്ചെണ്ണയോ നെയ്യോ പുരട്ടി വേണം അതൊന്ന് പരത്തിയെടുക്കാനായിട്ട്. കൈകൊണ്ട് ചെയ്യുമ്പോൾ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ബെറ്റർ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തിയെടുക്കുന്നതാണ് നല്ലത്. ഇച്ചിരി കനത്തിലായിരിക്കും ഈ പറാട്ട കിട്ടുക. കാര്യം നമ്മളിത് ലെയറാക്കി എടുക്കുമ്പോഴും ബൾബാണെങ്കിലും ആ വലുതാണ്. അതിൽ നമ്മൾ വീണ്ടും കട്ട് ചെയ്ത് ചെറുതാക്കുന്നൊന്നുമില്ല. അപ്പം അത്രയ്ക്കും കനമുണ്ട് ഇതിന്. ഇങ്ങനെ ഓരോന്നും ഞാനിങ്ങനെ പരത്തി എടുക്കുവാണ്. ഇനി നമുക്ക് ചുട്ടെടുക്കാം. അതിന് തവ ചൂടായി, അതിലേക്ക് ഇട്ട് കഴിഞ്ഞു. ഞാൻ അതിൽ കുറച്ച് ഗീ പുരട്ടി മറിച്ചിടുവാണ്. ഓരോ സൈഡും ഏകദേശം 1 മിനിറ്റോളം വേവണം കേട്ടോ. ഗീ പുരട്ടുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റി. വെളിച്ചെണ്ണയെക്കാട്ടിലും കുറച്ച് നെയ്യ് പുരട്ടിയാലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുക. അപ്പോൾ നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടണം. ഹൈ ഫ്ലെയിമിലല്ല, ഒരു മീഡിയമോ ലോ ഫ്ലെയിമിലോ ഇട്ടേച്ച് ഏകദേശം 1 മിനിറ്റെങ്കിലും ഒരു സൈഡ് നമ്മൾ വേവിച്ചെടുക്കണം. നല്ല രീതിയിൽ അത് വേവണം. ഓരോ സൈഡിൽ ചപ്പാത്തിയുടെ പരുവമല്ല, അതിനേക്കാളും കൂടുതൽ നല്ല ഫ്രൈ ആയി നമ്മളിങ്ങനെ തട്ടി നോക്കുമ്പോൾ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്ന രീതിയിൽ അത് ഫ്രൈ ആയി കിട്ടണം. പറാട്ട റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ലെയേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിപ്പോൾ നമ്മൾ പൊറോട്ട വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു ലെയറില്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെ അത് കിട്ടുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.